എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിന ഇന്നയോളം തൺപുജത്താ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൺപുജത്താ എന്നെ താങ്ങിയ നാമമേ. സ്വന്ത ജനം കൈവിട്ടാലും ബന്ധുക്കളോ മാറിയാലും, സ്വന്ത ജനം കൈവിട്ടാലും ബന്ധുക്കളോ മാറിയാലും, യേശുവെന്നെ കൈവിടില്ല. ക്ലേശങ്ങളിൽ താങ്ങിടും യേശുവെന്നെ കൈവിടില്ല. ക്ലേശങ്ങളിൽ താങ്ങിടും ശാന്ത മുഖമടുത്തു എന്റെ കാന്തോടേറ്റ പാടുത്തു. ശാന്ത മുഖമടുത്തു എന്റെ കാന്തോടേറ്റ പാടുത്തു. അധികമില്ല അധികമില്ല യാത്ര അധികമില്ല 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 യാത്ര അധികമില്ല. സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അപ്പന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഈ ഉപവാസത്തിന്റെ ആരംഭ നിമിഷം അങ്ങയുടെ അഭിഷിക്തനോടും സഭയോടും ഒന്നിച്ച് എളിയവനുമായിരിക്കാൻ ദൈവം തന്ന ഭാഗ്യത്തിനായിട്ട് നന്ദി. അപ്പച്ചാ, ഞങ്ങളോട് സംസാരിക്കണമേ, അവിടുത്തെ ഇമ്പശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. മഹത്വമെല്ലാം അങ്ങേക്ക്, ക്രിസ്തുവേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ ആമേൻ. നമുക്ക് എല്ലാവർക്കും കർത്താവിന്റെ സന്നിധാനത്തിൽ നമ്മൾക്കായിരിക്കാം. കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ ടെനി ജോർജ് പാസ്റ്റർ, കർത്താവിൽ പ്രസിദ്ധനായ കർത്താവിൻ്റെ ദാസൻ ജിജു മോഹൻ പാസ്റ്റർ, എന്നെ ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങിൽ സൂമിലൂടെയും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും കർത്താവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് വന്ദനം പറയുന്നു. നിങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് ഈ രാത്രി ഏറിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഒരു വലിയ ഗ്യാപ്പിന് ശേഷം, അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുവാൻ ദൈവം എനിക്കൊരു ഭാഗ്യം ചെയ്തത്. ഇവിടെ കടന്നു വരാൻ കോവിഡ് നിമിത്തം കഴിഞ്ഞില്ല. എങ്കിലും കർത്താവിൻ്റെ ദാസൻ ടെനി ജോർജ് പാസ്റ്റർ വളരെ തിരക്കുകളുടെ നടുവിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസനെയും സഭയെയും കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജിജു മോഹൻ പാസ്റ്ററെ ശല്യപ്പെടുത്താറുണ്ട്. മറ്റൊന്നിനുമില്ല, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഞാൻ ചോദിക്കും, ടെനി പാസ്റ്റർ എങ്ങനെയുണ്ട്, നമ്മുടെ ചർച്ച എങ്ങനെയുണ്ട്, ദൈവമക്കൾ എങ്ങനെയുണ്ട്? കാരണം വളരെ നാളുകളായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ ആദരവിനും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഇന്ന് രാവിലെ അല്പസമയം ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവേ, എന്താണ് ഈ സഭയോടും ദൈവമക്കളോടും അറിയിക്കേണ്ടത്? എന്നും വന്ന് പ്രസംഗിച്ചു പോകുന്നത് പോലെ ഒരു പ്രസംഗം പ്രസംഗിക്കാനല്ല ഇന്ന് ദൈവം എന്നെ വിട്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ദൈവശബ്ദം വേണമെന്നുള്ളത്
അത്യാവശ്യമായതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ രാവിലെ സമയം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ഉള്ളത്തിൽ പ്രകാശിപ്പിച്ച ഒരു കൊച്ചു മെസ്സേജ് നിങ്ങളുമായി പങ്കുവെച്ച് വേഗത്തിൽ പ്രാർത്ഥിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ 18-ാമത്തെ സങ്കീർത്തനം, അതിന്റെ 16-ാമത്തെ വേദവാക്യം നമുക്ക് ഒന്നെടുത്ത് വായിക്കാം. അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടിയിരിക്കുന്ന ദൈവജനത്തോട് അറിയിക്കാൻ പരിശുദ്ധയാത്മാവ് എന്റെ ഉള്ളത്തിൽ നൽകി തന്ന വിലപ്പെട്ട ആലോചന. വളരെ ശാന്തമായി, കാരണം സൂമിലൂടെയും ഫേസ്ബുക്കിലൊക്കെ ലൈവ് പോകുന്നത് കൊണ്ട് ഒരല്പം ബഹളമുണ്ടാക്കിയാൽ ചിലത് അവർക്ക് വ്യക്തമാകാതെ വരുന്നത് കൊണ്ട് വളരെ ശാന്തമായി ആ ദൂതെന്ന് പറഞ്ഞ് നിങ്ങളുടെ അകത്തോട്ടിടാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദവാക്യമാണ്. നമുക്കറിയാം, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ ഒക്കെ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ വാഴ്ത്തപ്പെട്ടവനായ മശിഹ തമ്പുരാന്റെ ജീവചരിത്രവും യേശുവിന്റെ ശുശ്രൂഷയും യേശുവിന്റെ ക്രൂശ് മരണത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു അധ്യായം കൂടിയാണ് 18-ാം അധ്യായം, അല്ലേ? ഇനി ഈ 18-ാം അധ്യായം 1 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം 1 തുടങ്ങിയുള്ള ദാവീദിന്റെ ചരിത്രമാണ്. നിങ്ങൾ ഇപ്പോൾ വായിക്കണമെന്നില്ല, കുറിച്ചെടുത്താൽ മതി. 1 ശമൂവേൽ 22-ാം അധ്യായത്തിന്റെ ഒരു പശ്ചാത്തലമാണ് ഈ 18-ാം സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ. അതിന്റെ ഈ സങ്കീർത്തനത്തിന്റെ ആരംഭത്തിൽ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. 1-ാം വാക്യത്തിന് മുൻപ് അതിന്റെ കാലം അല്ലെങ്കിൽ കാലഘട്ടം, അതിന്റെ പശ്ചാത്തലം പറയുമ്പോൾ ഒന്ന് വായിക്കാമോ? യഹോവയുടെ ദാസനായ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. യഹോവ അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ. ഒന്നുകൂടി ആ വാക്യം ഹെഡിങ്. യഹോവ അവനെ, അല്ല, ആദ്യത്തെ വാക്യം ദൈവാസൻ വായിച്ചു. സംഗീത പ്രമാണിക്ക് യഹോവയുടെ ദാസനായ ദാവീദിന്റെ, സംഗീത പ്രമാണിക്ക് യഹോവയുടെ ദാസനായ. എനിക്ക് ഈ വാക്യം ഇന്ന് രാവിലെ വായിച്ചപ്പോൾ എന്റെ ഉള്ളിൽ കത്തിയ ഒരു കാര്യം പറയാം. ഒരു രാജാവ് എന്ന് പറയുന്നതിനേക്കാൾ ദാവീദിന് ഇഷ്ടം ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുന്ന എന്റെ പദവിയാണെന്നറിയാമോ? ഞാൻ ഇസ്രയേലിന്റെ ഒരു രാജാവാണ്, ഞാനൊരു പ്രൈം മിനിസ്റ്ററാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഒരു രാജകീയ പദവിയുള്ള മനുഷ്യനാണ് എന്നല്ല ദാവീദ് പറയുന്നത്. ദാവീദ് പറയുന്നത് യഹോവയുടെ ദാസൻ, ഒരു രാജാവിനും മീതയാ ഒരു കർത്താവിന്റെ ദാസൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു രാജകീയ അധികാരത്തിനു മേലെയാ ഒരു കർത്താവിന്റെ അഭിഷിക്തൻ. ദാവീദിന് ഇഷ്ടം താൻ ഒരു രാജാവെന്ന് പറയുന്നതിനേക്കാൾ ഞാൻ യഹോവയുടെ ദാസൻ എന്ന് പറയുന്നതാണ് ഏറ്റവും തനിക്കിഷ്ടം. ഇനി അതിന്റെ ചരിത്രം ഈ ദൈവദാസൻ എന്നാ പറയുന്നേ, ഇത് എഴുതാനുണ്ടായ കാര്യം എന്നാന്നറിയോ? വായിച്ചോ. യഹോവ അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും, ശൗലിന്റെ കയ്യിൽ നിന്നും. അവിടെ 2 കാര്യങ്ങൾ ദൈവം എടുത്തു പറയുന്നു. അഭിഷിക്തനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും, പിന്നെ അടുത്തൊരു കാര്യം കൂടി പറഞ്ഞു, ശൗലിന്റെ കയ്യിൽ നിന്നും. അതെന്നാ? ശത്രുവല്ല, അത് മിത്രമാണ്. ആമേൻ. ആദ്യം പറഞ്ഞ ശത്രുവിന്റെ കയ്യിൽ നിന്ന് പിടിപ്പിച്ചെന്ന, പക്ഷേ 2ാമത്തെ പേര് ശത്രുവിന്റെ പേരല്ല. എന്റെ കൊച്ചു ഭാഷയിൽ വളരെ ലളിതമായി പറഞ്ഞാൽ, താലികെട്ടം നിറത്ത് താലിമാല എടുത്ത് കൈ കൊടുത്ത അമ്മായപ്പന്റെ കൈയാണവിടെ. മീകളിന്റെ കൈ പിടിപ്പിച്ച് ദാവീദിന്റെ കരങ്ങളിൽ ചേർത്ത് പിടിപ്പിച്ച അമ്മായിയപ്പച്ചന്റെ കരമുണ്ട് പുറകിൽ. ദാവീദ് ശൗലിനെ ശത്രുവിന്റെ ഗണത്തിൽ പെടുത്തിയില്ല. അവിടെ ശത്രുക്കൾ എന്ന് പുറത്തുള്ളതിനെ പറഞ്ഞിട്ട് ദാവീദ് പറയുന്ന ആ ഹെഡിങ് ഇങ്ങനെയാണ്, ആമേൻ, ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ചപ്പോ
78 വയസ്സുള്ള ഒരപ്പച്ചൻ പാസ്റ്റർ 19 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിക്കാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ പ്രാർത്ഥിക്കണം. എറണാകുളം പട്ടണത്തിൽ ഒരു സായിപ്പ് വന്നാൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ ദൈവദാസനാണ്. കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെട്ടു. ചിലർക്കറിയാം. ഫോട്ടോ വെച്ച് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില ദൈവാലോചന കർത്താവിന്റെ പുത്രനോട് പറയുമ്പോൾ കഴിഞ്ഞിറങ്ങാൻ നേരത്ത് ഞാൻ ചോദിച്ചു, അഭിഷിക്തനെ, എന്തെങ്കിലും ഒരു ദൂത് എന്നോട് പറയാനുണ്ടെങ്കിൽ എന്ന് പറയണേ. ആ ദൈവദാസൻ എഴുന്നേറ്റ് ടവലെടുത്ത് കൈയെല്ലാം തുടച്ച് ചിരിച്ചോണ്ട് എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ 2 വാചകങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കണം. ആ വാചകം ഇതായിരിക്കണം: ദൈവമേ, എന്റെ ശത്രുവിനെ ഞാൻ നോക്കിക്കൊള്ളാം, എന്റെ മിത്രത്തെ നീ നോക്കിയേക്കണം. ആഴം പിടുത്തം കിട്ടിയില്ല. കഴിഞ്ഞിറങ്ങി ആ ദൈവദാസൻ വാഹനത്തിൽ കയറിയപ്പോ വീണ്ടും ചെന്ന് ഞാൻ ചോദിച്ചു, അഭിഷിക്തനെ, എനിക്ക് മനസ്സിലായില്ല ആ പറഞ്ഞതിന്റെ ആശയം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ശത്രുവിനെ ദൈവം നോക്കണേ എന്നാണ്. പുള്ളി പറഞ്ഞു, അങ്ങനെയല്ല. നിന്റെ ശത്രുവിനെ നിനക്ക് കണ്ടാൽ അറിയാം. നിന്റെ ശത്രുവാരെന്ന് നിനക്ക് ദൂരത്ത് വരുമ്പോൾ അറിയാം. നിന്റെ ശത്രുവാരെന്ന് അവന്റെ നിഴല് കാണുമ്പോൾ അറിയാം. എന്നാൽ നിന്റെ തോളിൽ കൈയിട്ട് നടന്ന് ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ച് ഒരു വാഹനത്തിൽ യാത്ര ചെയ്ത് അവൻ നിന്റെ കൈവെട്ടത്തിൽ നിന്ന് പല നന്മകളും അനുഭവിച്ച് ഇപ്പുറത്തുനിന്ന് വാങ്ങിച്ച് അപ്പുറത്ത് പോയി മിത്രം നിനക്ക് ശത്രുവാകുമ്പോൾ കുഞ്ഞെ നിനക്കത് തിരിച്ചറിയാൻ കഴിയത്തില്ല. 3ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസിന് വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം അവനെ കുത്താൻ ദൈവം ദൂതനെ കൽപ്പിച്ചാക്കി. വെളിപ്പാടിന്റെ ആധിക്യം നിമിത്തം. എടോ പൗലോസേ, അറിയാഞ്ഞിട്ട് ചോദിക്കുക. 3ാം സ്വർഗത്തോളം കയറി ദൂതന്മാരുടെ ഭാഷകൾ നേരിട്ട് ചെവിയിൽ കേട്ടിട്ടും തനിക്കെതിരെ നിന്ന അലക്സാണ്ടറും ഹുമനിയോസും തനിക്കെതിരെ അവൻ കരുക്കം നീക്കിയ അവരുടെ ചരിത്രം എന്തുകൊണ്ട് വെളിപ്പെടുത്തിയില്ല? എന്തുകൊണ്ട് വെളിപ്പെട്ടില്ല? ദൈവം അത് മറച്ചു വെച്ചു. ഈ രാത്രിയിൽ ആത്മാവ് ആരംഭത്തിൽ ഒരു ദൂത് പറയുന്നു, ശത്രുവല്ല നമുക്ക് വിഷയം, മിത്രമാണ് നമുക്ക് വിഷയം. പക്ഷേ ഈ ഉപവാസത്തിനകത്ത് ആത്മശബ്ദം കേട്ടിട്ട് ഞാൻ പറയുക, ആമേൻ, എത്ര ആമേൻ മിത്രം അഭിഷിക്തനെ നിനക്ക് ശത്രുവായാലും അഭിഷേകം നിന്റെ തലയിൽ ഉള്ളിടത്തോളം, അഭിഷേകത്തിന്റെ നിറവ് നിന്റെ തലയിൽ ഉള്ളിടത്തോളം, ഒരു വിളിയോ ഒരു തെരഞ്ഞെടുപ്പോ നിന്റെ മേൽ വീണിരിക്കുന്നിടത്തോളം, ഒരു ശത്രുവിനോ ഒരു മിത്രത്തിനോ നിനക്കെതിരെ ഒരു കരുക്കം നീക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്ന ദൈവജനോ ഇരിക്കുന്നിടം മറന്ന് കരമടിച്ചൊന്ന് ആരാധിക്കാൻ തയ്യാറാകോ. ലൈവിൽ ഇന്ന് രാത്രി ആരാധിക്കാൻ തുടങ്ങോ. ഈ ഉപവാസത്തിന്റെ ആരംഭ നിമിഷത്തിൽ തന്നെ സൂമിലൂടെ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിങ്ങളോട് ആത്മാവ് പറയുന്നു, അതിന്റെ മേൽ എന്റെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നീട്ടാൻ പോകുക. എന്നെ ഇന്ന് രാത്രി ഈ സൂമിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിനായി സ്തോത്ര. ബിന്ദു നായർ എന്ന് പറയുന്ന സിസ്റ്റർ, നിങ്ങളുടെ ആത്മാവ് ഇന്ന് രാത്രി പ്രവചന ദൂത് പറയുകയാണ്. ബിന്ദു നായർ, ആമൻ, പരിശുദ്ധാത്മ പറയുന്നു, നിനക്കെതിരെ എത്ര ശത്രുക്കൾ, എത്ര മിത്രങ്ങൾ അവൻ വാട കോരിയാലും അതിന്റെ നടുവില് ദൈവത്തിന്റെ കര ഇന്ന് രാത്രി വേളയിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി ദൂത് പറയുന്നു. വിശ്വസിക്കുന്ന ദൈവജനോ കരമടിച്ച് 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 ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. നാം ഇരിക്കുന്നത് ഒരു മനുഷ്യന്റെ മുമ്പിലല്ല, നാം ആരാധിക്കുന്നത് ഒരു വ്യക്തിയെയല്ല, സർവശക്തനായ ദൈവത്തെയാകയാൽ ഇരിക്കുന്ന ഇടം മറന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. ദാവീദ് പറയുന്നു, എന്റെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും ദൈവം വിടുവിച്ചു. എന്നിട്ട് 16ാം വാക്യത്തിൽ വരുമ്പോൾ താൻ തന്റെ സാക്ഷ്യമാണ്. നിങ്ങളുടെ പഠനത്തിന് വേണ്ടി പറയാം. 1ാം വാക്യം മുതൽ 50ാം വാക്യം വരെയുള്ള ഈ 18ാം സങ്കീർത്തനത്തിനകത്ത് ദാവീദിന്റെ
ഒരനുഭവ സാക്ഷ്യമാണ്. തന്നെ വിടുവിച്ച ദൈവത്തെ നോക്കി മറ്റുള്ളവരോട് പറയുന്ന ഒരനുഭവ സാക്ഷ്യം. എന്റെ ദൈവം എന്നെ വിടുവിച്ചു, എന്റെ ദൈവം എന്നെ ഉദ്ധരിച്ചു, എന്റെ ദൈവം എന്നെ താങ്ങി എന്നെല്ലാം പറഞ്ഞു വന്നിട്ട് 16-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ എന്ത് ചെയ്തു? വലിച്ചെടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാവിലെ സമയം ഒരുപാട് നേരം, ഒരുപാട് മണിക്കൂറുകൾ ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് ഇന്നൊരു പുതിയ ആലോചന വേണം. ആമേൻ. എന്റെ ചർച്ചയിൽ പ്രസംഗിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ പ്രസംഗിച്ചിട്ടില്ലാത്ത ഒരു ദൈവശബ്ദം എനിക്ക് വേണം. ആമേൻ. രാവിലെ കർത്താവ് എന്നോട് പറഞ്ഞ വാക്യം, അഭിഷിക്തനെ, ഇത് സഭയോടുള്ള ദൂതാണ്. ദൈവം വളരെ ആഴമായി പറയുന്നു, ഉയരത്തിൽ നിന്ന് ഒരു കൈ നീട്ടാൻ പോകുക. ഉയരത്തിൽ നിന്ന് ഒരു കൈ നീട്ടാൻ പോകുകയാണ്. ഉയരത്തിൽ നിന്ന് ഒരു കൈ നീണ്ടു വരാൻ പോകുകയാണ്. ഏത് വിഷയത്തിൽ ഈ രാത്രിയിൽ ദൈവജനം ഭാരത്തോടിരിക്കുന്നുവോ, ഏത് വിഷയത്തിന്റെ മേൽ മറുപടി ഇല്ലാതിരിക്കുന്നുവോ, ആ വിഷയത്തിന്റെ നടുവിലോ നിന്നെ വിടുവിച്ചെടുക്കാൻ, നിന്നെ വലിച്ചു കയറ്റാൻ, നിന്നെ ഉദ്ധരിക്കാൻ, നിന്നെ കോരിയെടുക്കാൻ ആർക്കും വിടുവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിന്റെ നടുവിൽ നിന്നെ വിടുവിച്ചെടുക്കാൻ ഈ രാത്രിയിൽ ഒരു ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ദൈവമക്കളെ, നമുക്ക് ചുറ്റും ഒത്തിരി കരമുണ്ട്. ഒരുപാട് കരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്റെ കൂടെ എന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കരം എന്റെ ഭാര്യയുടെ കരമാണ്. അതിനപ്പുറത്ത് അടുത്ത് നിൽക്കുന്നതിന് മാതാപിതാക്കളുടെ കരമാണ്. അതിനപ്പുറത്ത് എന്റെ കൂട്ടു ദൈവദാസന്മാരുടെ കരമാണ്. അതിനും അപ്പുറത്ത് എന്റെ ചർച്ചിലെ ദൈവമക്കളുടെ കരമാണ്. അങ്ങനെ ഞാൻ നിൽക്കുന്ന ഒരു സർക്കിൾ നോക്കിയാൽ എനിക്ക് ചുറ്റും ആമേൻ വിടുവിക്കാനും വലിച്ചു കയറ്റാനും ഒരുപാട് കരങ്ങൾ എനിക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഈ കരങ്ങളെല്ലാം അസ്തമിച്ചിട്ട്, ഈ കരങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയാതെ നിശ്ചലമായി പോകുന്ന ചില വേളകളുണ്ട്. ആ സമയത്ത് 1000 കരങ്ങൾ നിശ്ചലമായാലും നിശ്ചലമാകാത്ത ഒരു കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നുണ്ട്. വിശ്വസിക്കുന്ന എത്ര ദൈവജനം ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കോ, ആ കരം കുറുകാത്ത കരമാണ്. ആ കരം ഒരിക്കലും നാം കുറുകി പോകാത്ത കരമാണ്. ആ കരങ്ങൾക്ക് ഒരിക്കലും ഹീനത വന്നിട്ടില്ല. ആ കരം ഒരിക്കലും മടങ്ങി പോയിട്ടില്ല. ആ കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി നീട്ടുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനം ഇരിക്കുന്ന ഇടത്തിരുന്ന് 2 കരങ്ങൾ അടിച്ച് അന്യഭാഷ പ്രാപിച്ചവരാണെങ്കിൽ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചേ. ഓ ശബനരക, എനിക്കറിയില്ല, ഞാൻ തിരുവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ സൂമിലൂടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ആത്മാവ് ചില ദൂതുകൾ പറയുന്നുണ്ട്. ഷീജു ആൻഡ് ആൻസി ആമേൻ എന്ന് പറയുന്ന ഒരു യവനക്കാർ ആ കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഞാൻ ഈ പ്രസംഗിച്ചിട്ട് തിരിയുമ്പോൾ ആത്മാവ് എന്നോട് പറയുന്ന പ്രവചിക്കാൻ, നിങ്ങളൊരു ദൈവത്തിന്റെ അഭിഷിക്തനാണ്. നിങ്ങളുടെ മേൽ ഒരു അഭിഷിക്ത ശുശ്രൂഷ ദൈവം ഈ ദിവസം വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ ഒരു നിയോഗമുള്ള വ്യക്തിയാണ്. നിങ്ങളുടെ മേലൊരു നിയോഗം ദൈവം ഇട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി എന്നൊരു കാഴ്ച ദൈവം കാണിക്കുന്നു. ഒരു ചങ്ങല പൊട്ടി മാറുന്നത് പോലെ നിന്റെ മുമ്പിൽ ചില ചങ്ങലകൾ യഹോവയുടെ കരത്താൽ ഈ രാത്രി വേളയിൽ എന്റെ ദൈവം പൊട്ടിച്ചു മാറ്റുന്നു എന്ന് പരിശുദ്ധാത്മാവിന്റെ രാത്രി ദൂത പറയുന്നു. പോര കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവിന് കരം തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു സാധാരണ വിടുതൽ ഈ രാത്രി ദൈവം നമ്മുടെ മേൽ ചെയ്യട്ടെ. ആമേൻ. ഒന്നുകൂടി ഞാൻ പറയാം, എത്ര കരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിലും അതിനെ ഒന്നും വിടുവിക്കാൻ പറ്റാത്ത, അതിനെ ആമേൻ ആ കരങ്ങൾക്ക് കഴിയാത്തത് ചെയ്യാൻ കഴിവുള്ള ഒരു കരം ഇന്ന് രാത്രിയുണ്ട്. ആമേൻ. ഞാൻ ഇന്നലെ ആരാധന കഴിഞ്ഞ് ആലയത്തിനകത്തുനിന്ന് വാഹനം വെളിയിലേക്ക് ഇറങ്ങി, എൻ്റെ വൈഫും എൻ്റെ കുഞ്ഞുങ്ങളും വാഹനത്തിൽ വന്നു കയറാൻ ഞാനിങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങി. വാഹനത്തിൽ വെയിറ്റ് ചെയ്യുമ്പോ ഒരു കൊച്ചു പയ്യൻ, ഒരു കുഞ്ഞു പയ്യൻ ആമേൻ സൈക്കിളിന്
നിയന്ത്രണം വിട്ട് ആമേൻ നമ്മുടെ ആലയത്തിന്റെ മുമ്പിൽ കൂടി നേരെ അവിടെ തൊട്ടടുത്തൊരു കോർപ്പറേഷൻ കാണയുണ്ട്. ഇതിനകത്തോട്ട് സൈക്കിൾ ഇടിച്ച് കയറി സൈക്കിൾ തെറിച്ച് അന്തരീക്ഷത്തിൽ ഒരു 3-4 കറക്കം കറങ്ങി വന്ന് അടിച്ച് കാണക്കകത്ത് വീണു. ഞാൻ കാരണത്തിരിക്കുക. എനിക്ക് ഇറങ്ങണമെന്നുണ്ട്, പക്ഷെ ഇറങ്ങാൻ ഒക്കുന്നില്ല. ലൈവായിട്ട് ഇത് കണ്ടോണ്ടിരിക്കുക. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് സമയത്ത് ആമേൻ ഞാൻ അല്പസമയത്തേക്ക് ഫ്രീസായി. എന്റെ കരങ്ങൾ അനങ്ങുന്നില്ല, എന്റെ കാലുകൾ ചലിക്കുന്നില്ല. എനിക്കറിയാം ഇവൻ തെറിച്ച് കാണിയിലേക്ക് പോയിട്ട് അതിനകത്തൊന്നും രക്ഷയില്ല. അവൻ മരിച്ചു, 100% ഉറപ്പാ. ഞാൻ ആ വാഹനത്തിരുന്ന് വാവിട്ട് നിലവിളിച്ചു. എന്റെ നിലവിളി കേട്ട് നമ്മുടെ കൂട്ട ദൈവദാസന്മാരെല്ലാം ഓടി വെളി വന്നു. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞു, കർത്താവേ നിന്റെ കരം ഒന്ന് തൊടു കർത്താവേ. ഞാൻ കാണുന്ന കാഴ്ച, അതേ കാണയിൽ നിന്നും ആ കുഞ്ഞ് പിടിച്ച് കയറി വരികയാണ്. മീറ്ററുകൾക്കപ്പുറം തെറിച്ച് താഴെ വീഴുമ്പോൾ, മീറ്ററുകൾക്കപ്പുറം തെറിച്ച് താഴെ തറയിൽ വീഴുമ്പോൾ, മരിച്ചുപോയി എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇവൻ എഴുന്നേറ്റ് വരുമ്പോൾ ഇവന്റെ അപ്പൻ ഓടി വന്നിട്ട് എന്നോട് പറയുക, പാസ്റ്റർ ആമേൻ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. ഇവനെ ശവപ്പെട്ടിക്കകത്ത് കിടത്തിയിരിക്കുന്നു. അത് എന്റെ വൈഫിനോടും എന്റെ മോനോടും ഒക്കെ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ടു, ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. അപ്പോൾ അറിയാതെ പ്രാർത്ഥിച്ചു, ദൈവമേ നിന്റെ കരം താങ്ങണമേ. ദൂത മനസ്സിലായോ? എത്ര കരങ്ങൾ അസ്തമിച്ചു പോയാലും നിനക്ക് വേണ്ടി അസ്തമിക്കാത്ത ഒരു കരം ഇന്ന് രാത്രി നീണ്ടു വരുമെന്നുള്ള അവൻ വിശ്വാസമകത്തുണ്ടെങ്കിൽ ആ കരങ്ങൾ തട്ടി ഈ രാത്രി വേളയിൽ ഒന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് പറ, അവസാനിക്കത്തില്ല, നിന്ന് പോകത്തില്ല, തീർന്നു പോയി എന്ന് പറയുന്നിടത്ത് ഒരിക്കലും തീർക്കാത്ത, ഒരിക്കലും നിന്ന് പോകാത്ത യഹോവയുടെ കരം ഇന്ന് രാത്രി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ഇനി നിങ്ങൾ ആ വാക്യം ഒന്നുകൂടി ശ്രദ്ധിക്കണം, എന്നിട്ട് നമുക്ക് ആ ദൂതിലേക്ക് വരാം. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവൻ എന്നെ എന്ത് ചെയ്തു? വലിച്ചു. അപ്പോ സാധാരണ ഒരു വെള്ളത്തിൽ നിന്നല്ല എന്നെ വലിച്ചു കയറ്റിയത്, പെരുവെള്ളത്തിൽ നിന്ന്. ദാവീദ് 16-ാം വാക്യം നമ്മോട് പറയുമ്പോൾ അതിനു മുൻപ് ഏകദേശം ഒരു 3 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നിട്ട് അടുത്ത ദൂതിലേക്ക് വരാം. 18-ാം സങ്കീർത്തനം തന്നെ 3-ാമത്തെ വാക്യം. അഭിഷിക്തനെ ഒന്ന് നോക്കിക്കേ. സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. 18-ന്റെ 3-ാമത്തെ വാക്യത്തിൽ സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. അടുത്തത് അതിന്റെ 4-ാമത്തെ വാക്യം വായിച്ചേ. മരണപാശങ്ങൾ എന്നെ ചുറ്റി, മരണപാശങ്ങൾ എന്നെ ചുറ്റി. അഗാധ പ്രവാഹങ്ങൾ. ഒന്ന് ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ശക്തിയേറിയ ഒരു കരം. 2 18-ന്റെ 4-ാം വാക്യം, മരണപാശങ്ങൾ എന്നെ ചുറ്റി. മരണത്തിന്റെ കെടുതിക്കകത്തുനിന്ന് വലിച്ചെടുത്ത് വിടുവിക്കാൻ കഴിവുള്ളൊരു കരം. കരം ഉയർത്തി കർത്താവിന് നല്ലൊരു ആമേൻ പറ. എത്ര മരണകരമായ എത്ര അനർത്ഥങ്ങൾ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പിശാച് കാണിച്ചാലും ഈ രാത്രി വിശ്വസിച്ച് ആമേൻ പറ. അതിന്റെ നടുവിൽ നിന്ന്, മരണത്തിന്റെ കെട്ടുകളിൽ നിന്ന്, മരണത്തിന്റെ കെടുതിയിൽ നിന്ന് നിന്നെ ഉദ്ധരിക്കാൻ അവൻ കഴിവുള്ള ഒരു കരമാണ് ഈ ദൈവത്തിന്റെ കരം. ദൈവമക്കളെ, മർക്കോസിന്റെ സുവിശേഷം വായിക്കണമെന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് എന്നെ ഓടിച്ചു പറയാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് 3 പ്രധാനപ്പെട്ട ചോദ്യം കിടപ്പുണ്ട്. 3 പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം ഒന്നിങ്ങനെയാണ്. 5-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അശുദ്ധാത്മാവേ നിന്റെ പേര് എന്ത്? 2-ാമത്തെ ചോദ്യം അതിന്റെ 25-26 എന്നെ തൊട്ടത് ആര്
മൂന്നാമത്തെ ചോദ്യം, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 38-39 വാക്യം. നിങ്ങളുടെ കരച്ചിലും ആരവാരവും എന്തിന്? യേശു ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം അശുദ്ധാത്മാവിനോടാണ്. രണ്ടാമത്തെ ചോദ്യം രോഗശക്തിയോടാണ്. മൂന്നാമത്തെ ചോദ്യം മരണത്തിന്റെ ശക്തിയോടാണ്. ഈ രാത്രി കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറയാമോ? യേശു കർത്താവിന്റെ ഒന്നാമത്തെ ചോദ്യം, ഹല്ലേലൂയ. അശുദ്ധാത്മാവേ, നിന്റെ പേരെന്താ? ഈ രാത്രി വേളയിൽ ആരോടൊക്കെ ദൈവം പറയുന്നു, അവൻ എത്ര പൈശാചിക മണ്ഡലങ്ങൾ നിനക്ക്, നിന്റെ തലമുറക്ക്, നിന്റെ കുടുംബത്തിന് അവൻ വ്യാപരിച്ചാലോ, ഈ രാത്രി വേളയിൽ അസകല അശുദ്ധാത്മ മണ്ഡലങ്ങളിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഈ രാത്രി വേളയിൽ എന്റെ ദൈവമെന്ന് വിശ്വസിക്കുന്ന ദൈവജന കരമടിച്ച ദൈവത്തെ സ്തുതിച്ചേ. ഈ രാത്രി ഒരു വെല്ലുവിളി പരിശുദ്ധാത്മാവിൽ ഞാൻ ഉയർത്തിയിട്ട് പറയാ, അവന്റെ മുമ്പിൽ ഒരു പൈശാചിക മണ്ഡലവും ഇന്ന് രാത്രി നിൽക്കയില്ല, ഒരശുദ്ധാത്മാവും ഇന്ന് രാത്രി നിൽക്കയില്ല, ഒരാഭിചാരവും ഇന്ന് രാത്രി നിൽക്കയില്ല, ഒരു മന്ത്രവാദവും അതിന്റെ നേരെ നിൽക്കയില്ല, ഒരു ശുദ്രവും അതിന്റെ നേരെ നിൽക്കയില്ല, ഒരു ഒത്തും അതിന്റെ മുമ്പിൽ നിൽക്കയില്ല. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവജന കരമടിച്ചു ദൈവത്തെ ആരാധിച്ചിട്ട് പറോ, അശുദ്ധാത്മാവിന്റെ മണ്ഡലങ്ങൾ ഈ രാത്രി ഉപവാസത്തിന്റെ ആരംഭത്തിൽ എന്റെ ദൈവം തകർത്തു മാറ്റുകയോ? ആമേൻ, ആമേൻ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യേ. ഞാൻ ആത്മാവിലായി ദൂത് പറയുന്നേ, പരിശുദ്ധാത്മാവില ലൈവായി ഞാൻ ദൂത് പറയുന്നത്. ഇല്ല, നിന്റെ നന്മയ്ക്കെതിരെ ഒരാഭിചാരവും നടക്കയില്ല. അഭിഷിക്തനെ, ആമെ പുതുവർഷമുണ്ടല്ലോ, ആമെ അടുത്ത വർഷം ആരംഭത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, ആമെ ചിലതിന് തറക്കല്ലിടാൻ പോകുകയാണ്, ചിലതിന് അടിസ്ഥാനമിടാൻ പോകുകയാണ്. ആമെ ജനുവരി മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അസാധാരണമായ ഒരു മാസമാക്കി മാറ്റോ. എന്നെ ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന, ആമേൻ, ഫേസ്ബുക്കിലാകട്ടെ സൂമിലാകട്ടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ആത്മാവിന്റെ ദൂത് പറയുന്നു, അടുത്ത വർഷം പുതുവർഷത്തിന്റെ ജനുവരി മാസം ഈ ആലയത്തിന് വേണ്ടി, ഈ സഭയ്ക്ക് വേണ്ടി ദൈവം ചിലത് അടിസ്ഥാനമിട്ട് പണിയുന്ന വർഷമാണ്. എന്നോടൊപ്പം നിങ്ങൾ റെഡി ആയിക്കോ. ഈ രാത്രി എത്ര പേർ റെഡിയാണ്? എത്ര പേർ ആരാധിക്കാൻ റെഡിയാണ്? ഒരു ദൂതൂടി പറയാ, അതിനെതിരെ ഞാനൊരു കാഴ്ച കാണുകയാണ്. അതിനെ ഡിലേ ആക്കാൻ, അതിനെ ഡിലേ ആക്കി കളയാൻ, അതിന്റെ സമയം താമസിപ്പിച്ച് കളയാൻ, അതിനെ വൈകിപ്പിച്ച് കളയാൻ ഫറവോന്റെ വ്യാപാരം ഇന്ന് രാത്രി ഉടഞ്ഞു മാറട്ടെ. ജനത്തെ ആരാധിക്കാൻ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു അവൻ ജനത്തെ പുറകേക്ക് വലിച്ച് അതിനെ ഡിലേ ആക്കുമ്പോൾ സ്വർഗത്തിന്റെ ഭൂമിയുടെയോ നാഥനായ നസത്തുകാരനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രിവേളയിൽ ഞങ്ങൾ ഒരുമിച്ച് അതിന്മേൽ ജയമേറ്റെടുക്കുന്നു. ആമേൻ. അത് ദൈവം ചെയ്യും, അത് ദൈവം ചെയ്യും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഉള്ളത്തിൽ വളരെ ശക്തമായി പബ്ലിക്കിൽ ദൂത് പറയാൻ പറയുന്നു. അവൻ 2021 കഴിഞ്ഞ് പുതുവർഷം ആരംഭിക്കുമ്പോൾ ദൈവം അടിസ്ഥാനമിടുക മാത്രമല്ല, കഴിഞ്ഞ നാളുകളായി വരച്ചു വെച്ച ചിലത്, കഴിഞ്ഞ നാളുകളായി ഒരുക്കി വെച്ച ചിലത്, കഴിഞ്ഞ നാളുകളായി സ്വപ്നം കണ്ട ചിലത് യാഥാർത്ഥ്യമാകുന്ന ഒരു നിലവാരത്തിലേക്ക് എന്റെ ദൈവം അതിനെ കൊണ്ടുവരുന്നു എന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ആമേൻ. കർത്താവിന്റെ ഒന്നാമത്തെ ചോദ്യം, അശുദ്ധാത്മാവേ, നിന്റെ പേരെന്താ? എത്ര പേര് ഇന്ന് രാത്രി ആ വലത് കരം ഉയർത്തിക്കൊണ്ട് പറയോ, എന്റെ നന്മയ്ക്കെതിരെ, എന്റെ അവകാശത്തിനെതിരെ, എന്റെ വാഗ്ദത്തത്തിനെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന പൈശാചിക മണ്ഡലമേ, നീ ആര്? ദൈവത്തിന്റെ വചനം പറയുന്നു, മരണഭാഷങ്ങളിൽ നിന്ന്, സകല ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്റെ ദൈവം എന്നെ വിടുവിച്ചു. അവൻ ഇനിയും വിടുവിക്ക തന്നെ ചെയ്യും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എവിടെ നടക്കില്ല എന്ന് പറയുന്നു, അവിടെയാ ദൈവം നടത്തുന്നേ. ഞാൻ ഏറ്റവും അധികം ആളുകളെ സ്നാനപ്പെടുത്തിയത്
കോവിഡിന് മുൻപല്ല, ഈ കോവിഡ് കാലത്ത് ഞങ്ങളുടെ ആലയത്തിൽ ഇരിക്കാൻ ഇടമില്ലാതെ ആളുകൾ നിറഞ്ഞതോ കോവിഡിന് മുൻപല്ല, കോവിഡിന് ശേഷം. പ്രൈസ് ദി ലോർഡ്. മറ്റ് എല്ലാ ആളുകളും കൂടി വന്നാൽ ആലയം നിറയുമായിരുന്നു. എന്നാൽ ആലയത്തിൽ വരുന്നവരെ 1/3 ഭാഗമാക്കി ആരാധന നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ ആലയം നിറഞ്ഞു കവിഞ്ഞു. കഴിഞ്ഞ ആഴ്ചകളായിട്ടോ ആലയത്തിനകത്തേക്കോ ജനം ഇടിച്ചു കയറാൻ തുടങ്ങി. ആരോ പറഞ്ഞു ഇത് അവസാനമാണ്, ആരോ പറഞ്ഞു ഇനി നടക്കത്തില്ല, ആരോ പറഞ്ഞു ദർശനം മുടങ്ങി, ആരോ പറഞ്ഞു അഭിഷേകം ചലിക്കത്തില്ല. ഞങ്ങൾ ഉറക്കെ പറയുന്നു, അല്ല, ഒരു കരം വെളിപ്പെട്ട് വരുന്നു. ഉയരത്തിൽ നിന്ന് ഒരു കരം നീണ്ടു വരുന്നു. ഉയരത്തിൽ നിന്ന് ഒരു കരം ഇറങ്ങി വരുന്നു. ഉയരത്തിൽ നിന്ന് ഒരു കരം ഇന്ന് രാത്രി ഇറങ്ങി വരുന്നു. ആർക്കും വിടുവിക്കാൻ കഴിയാത്ത സ്ഥാനത്ത് വിടുവിക്കാൻ, ആർക്കും ചെയ്യാൻ കഴിയാത്ത സ്ഥാനത്ത് ചെയ്യാൻ. അഭിഷിക്തനെ ആരാധിക്കാൻ തുടങ്ങുക, ദൈവദാസന്മാരെ ആരാധിക്കാൻ തുടങ്ങുക, അഭിഷിക്തന്മാരെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുക. ഇന്ന് രാത്രി വേളയിൽ ദൈവത്തെ ആരാധിച്ചു പറ, ഇല്ല ഇല്ല, എവിടെ അവസാനിച്ചെന്ന് പറഞ്ഞു അവിടെ തുടങ്ങുകയാണ്, എവിടെ തീർന്നെന്ന് പറഞ്ഞു അവിടെ ആരംഭം കുറിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സന്തോഷവാദി ദാസനെ, ഒരിക്കലും പെന്തക്കോസ്ത് സഭക്കകത്ത് കയറുകയില്ല എന്ന് പറഞ്ഞ സമൂഹത്തിന്റെ അകത്തെന്ന് പോലും കഴിഞ്ഞ ആഴ്ചയിൽ കൂട്ടമായി ആലയത്തിനകത്ത് കയറി. ദൂത് മനസ്സിലായി കാണുമല്ലോ. ഒരിക്കലും ആ സമൂഹം രക്ഷിക്കപ്പെടില്ല, ആ സമൂഹം മാത്രം വരില്ല എന്ന് പറഞ്ഞതിന്റെ കൂടളക്കി ദൈവകത്ത് കയറ്റി. ഈ രാത്രി വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കേ. ഒരു കുട്ടി ദൈവത്തെ സേവിക്കാനല്ലോ ദൈവം എന്നെ വിളിച്ചത്, ഒരു ചിന്ന ദൈവത്തെ സേവിക്കാനല്ലോ ദൈവം എന്നെ വിളിച്ചത്. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സകലത്തിന് മേലും അധികാരമുള്ള സകലത്തെയും നിയന്ത്രിക്കുന്ന ഏത് പെരുവെള്ളത്തിൽ നിന്നോ എന്നെ വലിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കരം എന്റെ മീതെയുണ്ടോ? ആമേൻ. ഈ രാത്രി എത്ര പേര് പറയും, നിന്റെ കരം എനിക്ക് വേണ്ടടാ, നിന്റെ കരം എനിക്ക് വേണ്ട, നിന്റെ കരം നീട്ടിയില്ലേലും എനിക്ക് വിഷയമില്ല, നിന്റെ കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വന്നില്ലേലും കുഴപ്പമില്ല, എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു കരമുണ്ട്, എനിക്ക് വേണ്ടി ഉയരത്തിൽ നിന്ന് വരുന്നൊരു കരമുണ്ട്. സ്വതന്ത്രം 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 സ്വതന്ത്രം. 2 കരങ്ങൾ വേദപുസ്തകം പഠിപ്പിക്കുന്നത്, 2 കരങ്ങൾ. ഒന്ന്, എന്നെ തകർക്കാൻ വെളിപ്പെടുന്നൊരു കരം. 2, തകർക്കാൻ വെളിപ്പെട്ടതിന്റെ നടുവിൽ നിന്നും എന്നെ കോരിയെടുക്കുന്നൊരു കരം. ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറ. പ്രൈസ് ഗോഡ്. ബ്രദർ ബ്ലൂ ഷർട്ട് ഇട്ട് ഗ്ലാസ് വെച്ച്. ഓക്കെ ബ്രദറെ, ഇന്ന് രാത്രി കർത്താവ് നിന്നോട് ആഴമായൊരു ദൂത് പറയുകയാണ്. നിൽക്കുന്ന ഇടത്തു നിന്ന് കാലുകൾ മാറ്റിച്ചവിട്ടി മറ്റൊരു മേഖലകളിലേക്ക് സ്റ്റെപ്പ് വെക്കാൻ ഇന്ന് രാത്രി ദൈവം ഒരു തുടക്കം കൽപ്പിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഒരു പുതിയ പ്രൊജക്ട് ദൈവം കരത്തിൽ തന്നിട്ട് പറയുകയാണ്, ഇതുമായി ഇനി നീ മുന്നോട്ട് പോകുക. ഇന്നലത്തേത് മാറ്റിവെക്കുക. ഇന്നലെ വരെ ചെയ്തത് നീ ഒരു മൂലക്കോട്ട് മാറ്റിവെച്ച് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റുമായി നീ മുന്നേറാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആലോചന പറയുകയാണ്. ഇല്ല കുഞ്ഞെ, നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ ആ കരം ഇന്ന് നീണ്ടു വരാൻ പോകുകയാണ്. നിരാശപ്പെടുത്തുന്ന കരമല്ല, ഉത്തേജിപ്പിക്കുന്ന കര, താഴ്ത്തുന്ന കരമല്ല, പിടിച്ച് കയറ്റുന്ന കര. ഈ രാത്രി ആത്മാവിൽ ഞാൻ പ്രവചിച്ചുകൊണ്ട് പറയുന്നു, ഈ രാത്രി ഒരു പക്ഷേ എന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നത് കുഞ്ഞെ നിനക്ക് വേണ്ടിയാണ്. അവൻ ഈ രാത്രി ആത്മാവ് എന്നോട് പറയുന്നു, ഈ ദൈവ ശബ്ദത്തിന് മുമ്പിൽ ആ ശബ്ദമായി ഒന്ന് കണക്ട് ആകാമെങ്കിൽ, ദൈവത്തിന്റെ ശബ്ദമായിട്ട് നിനക്കൊന്ന് കണക്ട് ആകാമെങ്കിൽ, ഒരു അസാധാരണ ദൈവപ്രവൃത്തി യഹോവയുടെ കയ്യ നിന്നിലൂടെ ആരംഭിക്കുമെന്ന് ആത്മാവ് ഇന്ന് രാത്രി ആലോചന പറയുന്നു. സമയം പോകുന്നല്ലേ, ഓടിച്ചു വരാം. എന്നെ പെരുവെള്ളത്തിൽ നിന്നും അവൻ വലിച്ചു കയറ്റി. 1 18-ാം അധ്യായം 3-ാമത്തെ വാക്യം, ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്നെ അവൻ വലിച്ചു കയറ്റി. 2 18-ാം അധ്യായം 4-ാമത്തെ വാക്യം, വാക്യം, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. അവിടെ വായിക്കാണ്, മരണപാശങ്ങൾ
എന്നെ എന്ത് ചെയ്തു? ചുറ്റി. 2 മൂന്നാമത് അതിന്റെ 5-ാമത്തെ വാക്യം വായിച്ച അഭിഷിതനെ. പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു. പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു. മരണത്തിന്റെ കെണികളും എന്നെ തുടർന്ന് പിടിച്ചു. ആമേൻ. എന്നിട്ട് 18-ന്റെ 6-ാമത്തെ വാക്യം, 18-ന്റെ 6. എന്റെ കഷ്ടതയെ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. ആദ്യത്തെ 3 കാര്യം നിങ്ങൾ കുറിച്ചെടുക്കണം. ശത്രുക്കളുടെ കയ്യിൽ ഞാൻ അകപ്പെട്ടു, മരണപാശങ്ങളിൽ ഞാൻ പെട്ടു, പാതാളപാശങ്ങളാൽ എന്നെ പിടിക്കപ്പെട്ടു. പക്ഷെ ഞാൻ വെറുതെ ഇരുന്നില്ല, ഞാൻ ചുമ്മാ ഇരുന്നില്ല, എന്റെ കൈ അടക്കി വെച്ചില്ല, എന്റെ നാവ് ഞാൻ പൂട്ടിവെച്ചില്ല, എന്റെ മുഴങ്കാലുകൾ മടക്കാതിരുന്നില്ല. എന്റെ മുഴങ്കാലം മടക്കി, എന്റെ കൈകൾ കൂപ്പി, എന്റെ കണ്ണുകൾ അടച്ച്, ഹൃദയം ദൈവസേന തുറന്ന് ഞാൻ യഹോവയോട് വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. എന്റെ ദൈവത്തോട് ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ ഇന്ന് രാത്രി അഭിഷിക്തനെ ദൈവസന്നിധിയിൽ അവൻ നിലവിളിച്ചപ്പോൾ, ദൈവസന്നിധിയിൽ അവൻ വാവിട്ട് കരഞ്ഞപ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി വെച്ചു, അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തീരു മുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ഇനി ഒരു ആമേൻ പറയാൻ പറ്റുമോ? നിങ്ങളുടെ കഷ്ടത്തിന്റെ നടുവിൽ പ്രാർത്ഥിച്ചത്, നിങ്ങളുടെ വേദനയുടെ നടുവിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്, അവൻ കേൾക്കേണ്ടവന്റെ ചെവിയിൽ ഇന്ന് രാത്രി കേട്ടു എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? അവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. അവൻ ശത്രുവിന്റെ കയ്യിൽ ഞാൻ അകപ്പെട്ടപ്പോൾ, മരണപാശങ്ങൾ എന്നെ ചുറ്റിയപ്പോൾ, പാതാള വേദനകൾ എന്നെ വളഞ്ഞപ്പോൾ, ഞാൻ യഹോവയോട് നിലവിളിച്ചു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ ചെവി തുറന്ന് അവൻ എന്റെ പ്രാർത്ഥന ശബ്ദം കേട്ടു. ഞാന് ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് ഒരു പ്രേരണ ഉള്ളതുകൊണ്ട് പറയാം. നാളുകൾക്ക് മുമ്പ് എന്റെ ചർച്ചിന് സ്ഥലം മേടിക്കാൻ, ഫോട്ടോ ചെയ്യിൽ സ്ഥലം വാങ്ങിക്കാൻ ഒരു അഡ്വാൻസ് കൊടുത്തു. അഡ്വാൻസ് കൊടുത്തതിന് ശേഷം അതിന്റെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞു, അടുത്ത മാസം ഇത്രാം തീയതി എനിക്ക് ഇത്ര ലക്ഷം രൂപ തരണം. ഞാൻ ഓക്കെ. പുള്ളി പോയ ഉടനെ വൈഫ് എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്ത് കണ്ടിട്ടാ കൊടുക്കാമെന്ന് പറഞ്ഞ്? ഞാൻ പറഞ്ഞു, നമുക്ക് മീതെ ഒരു കരം ഉണ്ടല്ലോ, ആ കരം കണ്ടിട്ടാ പറഞ്ഞ്. ദിവസങ്ങൾ മുന്നോട്ട് പോയി. എന്നോട് ആവശ്യപ്പെട്ടത് 28-ാം തീയതിയാ, ആ മാസത്തിന്റെ 26-ആയി, 27-ആയി. 27-ാം തീയതി രാത്രി 12 മണി വരെ ക്യാഷ് വന്നിട്ടില്ല. 28-ാം തീയതി രാവിലെ 10 മണിക്ക് എനിക്ക് ഈ ക്യാഷ് കൊടുക്കണം. ഒരു മുസ്ലിം ഇക്കായോടാണ് ഞാൻ വാക്ക് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഉറക്കമില്ല. ഞാൻ രാത്രി ആ മുറിക്കകത്ത് പ്രാന്തനെ പോലെ ഉടക്കിയ. അപ്പോൾ ചില ശബ്ദങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. അന്നേരമേ പറഞ്ഞതാ, ഈ വയ്യാവേലി വലിച്ചു വെക്കണ്ട. അന്നേരമേ പറഞ്ഞതാ, ഈ ടെൻഷൻ ഏറ്റെടുക്കണ്ട. ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ചിലർ വന്ന് എന്നെ വിസിറ്റ് ചെയ്തിട്ട് ചോദിച്ചു, നാളെയല്ലേ ഡേറ്റ്? ഞാൻ പറഞ്ഞതേ, കിട്ടിയോ? കിട്ടിയില്ല. അതിനേരും വലിയ ടെൻഷൻ. അന്ന് രാത്രി ഉറക്കമില്ല. ഏകദേശം 1 മണി 2 മണിയായി. ഞാൻ പറഞ്ഞു, കർത്താവേ, ദൈവമേ, ഒരനക്കവുമില്ല. അവൻ നേരം വെളുക്കുന്നവർ ഉറങ്ങിയിട്ടില്ല. അവൻ വെളുപ്പിന് 5 മണിക്ക് എന്റെ മൊബൈൽ ഫോൺ റിംഗ് ചെയ്യുന്നു. ഞാൻ ആ മൊബൈൽ എടുത്തു. ഹലോ പറഞ്ഞു. ചോദിച്ചാരാ? പക്ഷെ ഞാന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് വിളിക്കുക. എന്റെ പേര് ഭാഷ ഓർക്കുന്നുണ്ടോന്നറിയില്ല. എന്റെ പേര് ഇന്നതാ. ഞാൻ ചെന്നാ പറ്റി, എനിക്കൊന്ന് പാസ്റ്റെ കാണണം. ഞാൻ എവിടേക്ക് പോകുക? എന്റെ കമ്പനി എന്നെ കുമരകത്തേക്ക് വിട്ടിരിക്കുക ഒരു അത്യാവശ്യ കാര്യത്തിന്. ഞാൻ പോകുന്ന വഴി എനിക്ക് ഭാഷ കാണും. തിരിച്ച് ഞാൻ സിംഗപ്പൂർ പോകും. ഇന്ന് ഏതാനും മണിക്കൂർ മാത്രമേ ഉള്ളൂ. പോകുന്ന വഴി ഞാൻ പറഞ്ഞു, ദൈവമേ,
ഞാനിവിടെ ടെൻഷനായിരിക്കുക. അപ്പോഴാ എന്നെ ടെൻഷനാക്കാൻ ഒരാൾ ഇങ്ങോട്ട് വരുന്നേ. ഞാൻ പറഞ്ഞു ഓക്കെ വന്നിട്ട് പോ. ഈ പുള്ളി നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഏകദേശം ഒരു 6:30-7 മണിയായപ്പോ വീട്ടിൽ വന്നു. ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു, വിശേഷമൊക്കെ ചോദിച്ചു. എല്ലാം കഴിഞ്ഞ് പുള്ളി ചായയൊക്കെ കുടിച്ച് ഇറങ്ങാൻ നേരത്തിനുണ്ട് ചോദിച്ചു എങ്ങനെയുണ്ട് ചർച്ച്. ഞാൻ അനുഗ്രഹമായിട്ട് പോകുന്നു. എവിടെയായി ഇപ്പൊ ആരാധിക്കുന്നത്? ഞാൻ ഒരു ഹോട്ടലിലാണ് ആരാധന നടത്തുന്നത്. അയ്യോ സ്ഥലമൊന്നും ആയില്ലേ? നമ്മൾ സ്ഥലമൊക്കെ വാങ്ങിച്ച് അഡ്വാൻസ് കൊടുത്തേക്കുക. എത്ര കൊടുത്തു? ഇത്ര കൊടുത്തു. ബാക്കി എപ്പോഴാ? ഞാൻ ഇന്ന് 10 മണിക്കാം. എന്നോട് ചോദിച്ചു കിട്ടിയോ? ഞാൻ കിട്ടിയില്ല. പിന്നെ എവിടെ നിന്ന് കൊടുക്കും? ഞാൻ ദൈവം തരും. പുള്ളി വാച്ച് നോക്കിയിട്ട് പറഞ്ഞു പക്ഷേ ഇപ്പൊ 7 മണി 8, 9, 10 മണിക്കൂറുകളേ ഉള്ളൂ. ഞാൻ ബ്രദറെ ദൈവം തരുമെന്നേ. ഈ പുള്ളി പുറത്തോട്ട് ഇറങ്ങിയിട്ട് അകത്തോട്ട് കയറി വന്നിട്ട് പറഞ്ഞു ഭാരപ്പെടണ്ട, ആ കാക്കയ ഈ കാക്ക. ഹല്ലേലൂയ. ഇന്നലെ രാത്രി ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് കയറുന്നതിന് മുൻപ് ഒരു ദൈവ ശബ്ദം ഞാൻ കേട്ടു. എന്റെ അഭിഷിക്തൻ ഇന്നതിനു വേണ്ടി കാത്തിരിക്കുന്നു. ചെക്ക് എഴുതുക, എഴുതി വെച്ചേക്കുക. അവൻ നിമിഷ നേരം കൊണ്ട് ആ ചെക്ക് 3 എണ്ണം എഴുതി എന്റെ കയ്യിൽ തന്നു. 10:30 മണിക്ക് ആ ചെക്ക് ഞാൻ കൈമാറി. ഈ ദൈവത്തിന്റെ കരമോ ദൈവജനത്തിന് വേണ്ടി, അഭിഷിക്തന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി വെളിപ്പെടാൻ പോകുന്നത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. നിന്റെ ആവശ്യങ്ങൾ എത്ര തന്നെയാകട്ടെ, നിന്റെ ആവശ്യങ്ങൾ എത്ര വിലപ്പെട്ടതാകട്ടെ, നിന്റെ ആവശ്യങ്ങൾ എത്ര വലുതാകട്ടെ, നിങ്ങൾക്കറിയാമോ വർഷങ്ങൾ കഴിഞ്ഞു, ഇന്നും കൊടുത്ത് തീർത്തിട്ടില്ല. കൊടുക്കാനില്ലാഞ്ഞിട്ടല്ല, കൊടുക്കാനൊക്കെ ചോദിക്കുമ്പോ പുള്ളി പറയും നിക്കട്ടെ വരട്ടെ എന്ന് പറയും. പുള്ളി നിക്കട്ടെ വരട്ടെ എന്ന് പറയുന്നത് കൊണ്ട് എനിക്കൊട്ട് കൊടുക്കാനും ഒക്കുന്നില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, ആമേൻ, നിന്റെ നിലവിളി സ്വർഗത്തിലെത്തി. അവൻ ചെവി തുറന്നാൽ ദുബായി അല്ല, ലോകത്തിന്റെ ഏതറ്റത്ത് നിന്ന് വരേണ്ടത് വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ ഇന്ന് രാത്രി വേളയിൽ ആത്മാവി ദൂത് പറയുക. ഉടൽക്ക് ഭാരപ്പെടേണ്ട ദൈവ പൈതലേ, ഈ രാത്രി പരിശുദ്ധാത്മാവാണ് നിങ്ങളോട് വ്യക്തമായി ഇടപെടുന്നത്. അവൻ ദാവീദ് നിലവിളിച്ചു. 3 കാര്യങ്ങൾ ഞാൻ മുന്നമേ അറിയിച്ചു. ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ടപ്പോൾ, മരണപാശങ്ങളിൽ അകപ്പെട്ടപ്പോൾ, പാതാള പാശങ്ങൾ തന്നെ ചുറ്റിയപ്പോൾ താൻ ചെയ്തത് 6-ാമത്തെ വാക്യം, യഹോവയോട് കരഞ്ഞു. ഇനി അടുത്ത വാക്യമാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ ചർച്ചിൽ അവൻ പ്രസംഗിച്ചിട്ടില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ഇതിവിടെ പറയണം. അങ്ങനെയാണെങ്കിൽ ഈ ദൂത് തിരുവചനത്തിന്റെ മാറ്റമില്ലാത്ത ദൂതാണ്. അങ്ങനെ താൻ കരഞ്ഞപ്പോൾ 5 കാര്യങ്ങൾ ദൈവം ചെയ്തു. എന്താണ് താൻ ദൈവം ചെയ്ത 5 കാര്യം? അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കുന്ന ദൈവാസനെ. ഭൂമി ഞെട്ടി വിറച്ചു, ഭൂമി ഞെട്ടി വിറച്ചു. ഒരു അഭിഷിക്തൻ കരഞ്ഞപ്പോളേ, ഒരു ദൈവദാസൻ നിലവിളിച്ചപ്പോൾ, ഒരു ദൈവദാസൻ കണ്ണീരൊഴുക്കിയപ്പോൾ ഭൂമി ഞെട്ടി വിറച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ഭാമൻ ഒരു കേവലം 5-6 അടി പൊക്കവും 60, 65, 70 കിലോ തൂക്കമുള്ള ഒരു ദൈവ മനുഷ്യൻ ഭൂമിയിൽ ഇരുന്ന് കരയുമ്പോൾ ഈ ഭൂമിയെ മുഴുവൻ ഞെട്ടിക്കണമെങ്കിൽ അഭിഷിക്ത നിന്റെ നിലവിളി ചെറുതല്ല. ദൈവദാസി നിന്റെ നിലവിളി ചെറുതല്ല, നിന്റെ പ്രാർത്ഥന ചെറുതല്ല. ഓ ശാബാനാരാഗ സന്ദനാദന ഉടൽ കരഗദന. ആ കരം ഇന്ന് രാത്രി ആർക്കൊക്കെയോ വേണ്ടി ഇന്ന് രാത്രി വെളിപ്പെട്ട് വരും. ഞാൻ ആത്മാവി ദൂത് പറയുക, നിന്റെ കുടുംബത്തോ ആ ഉയരത്തിലെ കരം ഇന്ന് രാത്രി ഇറങ്ങി വരും. എത്ര പേർ വിശ്വസിച്ചോ ആമേൻ പറയാൻ കഴിയോ? ഇരിക്കുന്നിടത്തിരുന്ന് തുള്ളിച്ചാടി എഴുന്നേറ്റ് ഒരാമേൻ പറയാൻ പറ്റുമോ? എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ സഭയ്ക്ക് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി. യെസ്, ഈ രാത്രി വേളയിൽ ഉയരത്തിൽ നിന്ന് ആ കൈ നീട്ടി ദൈവം എന്നെ വിടുവിക്കുന്ന രാത്രി അത്രേ.
ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ആമേൻ. എത്രയോ തവണ 18-ാം സങ്കീർത്തനം വായിച്ചതാണെന്നറിയാമോ? 97 മുതൽ ഒരൊറ്റ ചർച്ചിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ആമേൻ. 97 മുതൽ എനിക്ക് ട്രാൻസ്ഫർ ഇല്ല, ഞാൻ ഒറ്റ ചർച്ചിലാണ് പ്രസംഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 18-ാം സങ്കീർത്തനം എത്രയോ തവണ ഞാൻ എന്റെ ചർച്ചിൽ പ്രസംഗിച്ചു. പക്ഷെ ഇങ്ങനെ ഒരു ദൂത് ഇന്ന് രാവിലെ ദൈവം എന്നോട് പറഞ്ഞു, അഭിഷിക്തനെ, നിന്റെ നിലവിളിയുടെ നടുവിൽ ആമേൻ ആമേൻ ഭൂമി വെട്ടി വിറച്ചു, മലകളുടെ അടിസ്ഥാനം ഇളകി. അതിന്റെ അർത്ഥം നിന്റെ പ്രാർത്ഥനയിൽ ചിലതിന് ഇളക്കമുണ്ടാകാൻ പോകുക. ഓ ശപന രേഖല സീഖം തലറബദന ഹുഡ ചനാറബ സീഖലം തനാറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് രാത്രി ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട്? അതെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ദൈവസന്നിധിയിൽ എന്റെ വിഷയം അർപ്പിക്കുമ്പോൾ, എനിക്ക് വേണ്ടി ദൈവം ഭൂമിയെ ഞെട്ടി വിറപ്പിച്ച് മലകളുടെ അടിസ്ഥാനങ്ങൾ ദൈവം ഇളക്കും. എന്നിട്ട് ദൈവത്തിന്റെ വചനം ആഴമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നീ വിഷയത്തിന് വേണ്ടി കരയുമ്പോൾ, നീ വിഷയത്തിന് വേണ്ടി യാചിക്കുമ്പോൾ, നീ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം നിനക്ക് വേണ്ടി ചിലതിനെയൊക്കെ ഇളക്കിത്തരും. ഇളക്കിത്തരും ദൈവം. സ്വതന്ത്രം. അമ്മേ, എന്നെ കുറെ നേരമായി ആത്മാവ് എന്നോട് ഇറ്റലി 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 റോം, ഇറ്റലിയിൽ നിന്ന് ചില വലിയ നന്മകൾ അഭിഷിക്തനെ ദൈവത്തിന്റെ കരത്താൽ നീണ്ടുവരാൻ പോകുക. ചില ധർമ്മശേഖരങ്ങൾ ദൈവം ഒരുക്കി വെക്കും. അത് ആലയത്തിനും ആലയത്തിന് കെട്ടുപണിക്കും. അത് അനുഗ്രഹമാകത്തക്ക വണ്ണം ദൈവം അതിന്മേൽ പ്രവർത്തിക്കും. ദൈവസന്നിധിയിൽ താൻ കരഞ്ഞു, ദൈവസന്നിധി നിലവിളിച്ചു. എന്നാൽ 1-ാം വാക്യം, ഭൂമി ഞെട്ടിവിറച്ചു. ഇനി 18-2 മലകളുടെ അടിസ്ഥാനം കുലുങ്ങി. അതിന്റെ അർത്ഥമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരിക്കലും ഈ വശത്തൊരു കുലുക്കം ഉണ്ടാവില്ല. ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു കുലുക്കം ഉണ്ടാവില്ല. ആത്മാവനോട് പറയുന്നു, ഈ ഫാസ്റ്റിംഗ് പ്രേയർ കഴിയുമ്പോൾ എത്ര മല പോലിരിക്കുന്നതിനെയും ദൈവം ഒന്ന് കുലുക്കും. ഒരാമേൻ പറ, ഒരാമേൻ പറ. കരമടിച്ച ദൈവത്തിന് ആമേൻ പറ. അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതല്, ആരാധിക്കുന്ന ദൈവ പൈതല്, ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്. നിനക്ക് വേണ്ടി ചിലതിനെ ദൈവം കുലുക്കോ, നിനക്ക് വേണ്ടി ദൈവം ചിലതിനെ ഇളക്കോ. ഇത് പരിശുദ്ധ ആത്മാവിന്റെ ആഴമായ ദൂതാണ്. മൂന്നാമത്തെ വാക്യം, അവൻ ദൈവാശ്രയത്തിന്റെ 8-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിച്ച് താഴ്ത്തോട്ട്. അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി, അവന്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ടു. അവന്റെ വായിൽ നിന്ന് എന്ത് പുറപ്പെട്ടു? തീ പുറപ്പെട്ടു. ആമേൻ. 1 അത് നമ്മൾ വായിച്ചു, ഭൂമി ഞെട്ടി വിറച്ചു. 2 മലകളുടെ അടിസ്ഥാനം എന്ത് ചെയ്തു? കുലുങ്ങി. 3 അവന്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ടു. ആമേൻ. തീങ്കൽ മെഴുകുരുകുന്നത് പോലെ അവന്റെ ശത്രുക്കൾ എന്ത് ചെയ്യും? ഉരുകി മാറും. ഒരു കാര്യം പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി തീ ദൈവം പുറപ്പെടുവിക്കും. തീർന്നില്ല. ആമേൻ. അതിന്റെ 18-ന്റെ 9-ാമത്തെ വാക്യം, അവൻ ആകാശം ചായ്ച്ചിറങ്ങി. അവൻ ആകാശം ചായ്ച്ചിറങ്ങി. ഒരു ഹല്ലേലൂയ പറയാമോ? ഒരു ഹല്ലേലൂയ പറയാമോ? കരയുന്നവന് വേണ്ടി, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി, നെടുമ്പാണ് വീണ് കിടക്കുന്നവന് വേണ്ടി ദൈവം ആകാശം ചായിച്ചിറങ്ങും. ആകാശം ചായിച്ചിറങ്ങും. ഈ കൊട്ടാരക്കരയിലെ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, എന്നെ രാത്രിയിൽ ലൈവിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടി ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. നിനക്ക് വേണ്ടി, നിന്റെ കൂടാരത്തിന് വേണ്ടി, നിന്റെ തലമുറക്ക് വേണ്ടി ഈ രാത്രിയിൽ എന്റെ ദൈവം ആകാശം ചായിച്ചിറങ്ങി വരും. ദൈവം ആകാശം ചായിച്ചിറങ്ങി. ഇനി 18-ന്റെ 14-ാമത്തെ വാക്യം, ഇതെല്ലാം ആത്മീക ദൂതായി പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ് എഴുതി വെക്കാൻ. ഞാൻ അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചേ. വായിച്ചേ. അവന്റെ മുമ്പിലുള്ള പ്രകാശത്താൽ ആലിപ്പഴവും തീക്കനലും അവന്റെ മേഘങ്ങൾ കൂടി പൊഴിഞ്ഞു. യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി. അവന്റെ മുമ്പിലുള്ള ആ വാക്യം ഒന്ന് വായിച്ചേ ദാസനെ. അവന്റെ മുമ്പിലുള്ള പ്രകാശത്താൽ ആലിപ്പഴവും തീക്കനലും അവന്റെ മേഘങ്ങളിൽ കൂടി പൊഴിഞ്ഞു. അടുത്തത്, യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി.
അത്യുന്നതൻ തന്റെ നാദം കേൾപ്പിച്ചു. ആ. ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു. അടുത്തത്, അവൻ അസ്ത്രമെയ്ത് അവരെ ചിതറിച്ചു. അവൻ അസ്ത്രമെയ്ത് അവരെ ചിതറിച്ചു കളഞ്ഞു. ഒരൊറ്റ പ്രാർത്ഥനയിൽ, അഭിഷിക്തന്റെ ഒറ്റ കണ്ണുനീരിൽ, അഭിഷിക്തന്റെ ഒറ്റ നിലവിളിയിൽ എന്നെ ഇന്ന് രാവിലെ അത്ഭുതപ്പെടുത്തി പോയി. കർത്താവേ, ഇത്രയും ഒരു ഭാഗ്യ പദവി ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുമ്പോൾ ഞങ്ങൾ എന്തിനാ മനുഷ്യന്റെ മുമ്പിൽ കരയുന്നതോ? എന്തിനാ ഞങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ അവൻ കൈ നീട്ടുന്നതോ? ഈ രാത്രി വേളയിൽ പരിശുദ്ധാത്മാവില പറയുന്നതോ? പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന അഭിഷിക്തനെ നിങ്ങളോട് ആത്മാവിന് പറയാനുള്ളത്, മുട്ടുമടക്കിയ നിനക്ക് വേണ്ടി ഈ 4 കാര്യം ദൈവം ചെയ്തിരിക്കും. തീർന്നില്ല, ഒരു കാര്യം കൂടി അടുത്ത വാക്യത്തിൽ ഞാൻ നിങ്ങളോട് പറയാം. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം കരം ഇറക്കിത്തരും. ചില വചനം പരിശുദ്ധാത്മാവ് തന്നതുകൊണ്ട് ഞാൻ ഒന്ന് കുറിച്ചു വെച്ചു. സങ്കീർത്തനം 46 അതിന്റെ 2-3 വേദവാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. അവൻ അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും, അടുത്തത് അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം എന്ത് ചെയ്യണ്ട? എത്ര വെള്ളം നിനക്കെതിരെ കയറി വന്നാലും നീ ഭയപ്പെടണ്ട. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? എത്ര വെള്ളം നിനക്കെതിരെ തലക്ക് മീതെ കയറി വന്നാലും പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുകയാണ്, എത്ര വെള്ളം പർവ്വതങ്ങൾ കുലുങ്ങട്ടെ, അത് സമുദ്രമധ്യ വീണട്ട്, അതിന്റെ കോപം കൊണ്ട് വെള്ളം കയറട്ടെ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇതൊന്നും നമ്മെ ബാധിക്കത്തില്ല, ഇതൊന്നും നമ്മെ തൊടുകയില്ല. പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, ഈ പട്ടണത്തിൽ ഒരു സങ്കേത നഗരം എന്നതുപോലെ ജനത്തിന് ഓടി വരാൻ ഒരു സ്റ്റേഡിയം ദൈവം നിനക്ക് തരാൻ പോകുക. ജീസസ്, ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഒരു ദൈവശബ്ദം ഇങ്ങനെ കേട്ടു. ആ ദൈവശബ്ദം ഇങ്ങനെയാണ്, അവൻ ദേശത്ത് ഒരു അനർത്ഥമുണ്ടായാൽ, ദേശത്ത് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, ദേശത്ത് ഒരു പ്രതികൂലമുണ്ടായാൽ, നാനാ വിഭാഗത്തിലുള്ള ജാതി മത ഭേദമെന്ന് എല്ലാവരും ഓടിക്കൂടാൻ ഒരു സങ്കേത നഗരം എന്നതുപോലെ ഈ പട്ടണത്തിൽ അഭിഷിക്തനെ ദൈവം ഉയർത്താൻ പോകുക. അവിടെ സകല പൊളിറ്റിക്കൽ ലീഡേഴ്സും വരും, അവിടെ സകല പാർട്ടിക്കാരും വരും. അവൻ ഉന്നതനും താണവനോ ഉയർന്നവനോ എല്ലാം ഓടിക്കൂടുന്ന ഒരു നിലവാരത്തിൽ ഒരു സങ്കേത നഗരം ഈ പട്ടണത്തിന്റെ നടുവിൽ എന്റെ ദൈവം ചെയ്യുന്നു. വിശ്വസിക്കുന്ന ദൈവജന ശക്തിയോട് എന്റെ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് അല്പസമയ ആ കരമടിച്ച് ഒന്ന് ദൈവത്തെ ആരാധിച്ച്, നിന്റെ പ്രാർത്ഥന വെറുതെയല്ല, നിന്റെ പ്രാർത്ഥന വെറുതല്ല, നിന്റെ കണ്ണുനീര് വെറുതെയല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, പർവ്വതങ്ങൾ കുലുങ്ങട്ടെ, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങട്ടെ, സമുദ്രമധ്യ വീഴട്ടെ, അതിലെ വെള്ളം കേറട്ടെ. എത്ര വെള്ളം കേറിയാലും അതിന്റെ നടുവിൽ നിന്ന് കൈ നീട്ടി എന്നെ വിടുവിക്കുന്ന ഒരു കരം എനിക്ക് സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. സന്തോഷമുണ്ടെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറ. എന്താ ആവേശമാണെന്നറിയോ? ഈ ദൂതൊക്കെ പറയുമ്പോ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ വചനമൊക്കെ പറയുമ്പോ ആമേൻ, നമ്മുടെ ഉള്ളമങ്ങ് കത്തുകയാ അല്ലേ? എത്ര വെള്ളം കയറട്ടെ, എത്ര പ്രശ്നം വരട്ടെ, ഏത് പ്രതിസന്ധി വരട്ടെ, നിങ്ങൾ ഒരു കാര്യം ധൈര്യമായി പറ, ആ പ്രതികൂലത്തെയും ആ പ്രശ്നത്തെ നോക്കി പറ, എടാ വെള്ളമേ, എടാ പർവ്വതമേ, നീ എത്ര കുലുങ്ങിയാലും, നീ എത്ര കരകവിഞ്ഞു കയറിയാലും എന്റെ മീതെ ഒരു കരമുണ്ട്. ഒരു വാക്യം കൂടി തരാൻ കേട്ടോ. 69-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം നിങ്ങൾക്കെല്ലാം കാണാതെ അറിയാവുന്ന വാക്യം. ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എന്റെ പ്രാണനോളം, ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എന്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. ദാവീദ് പറയാണ്, എന്നെ രക്ഷിക്കണം, വെള്ളം എന്റെ പ്രാണനോളം കയറി. പക്ഷേ 118-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു, എന്റെ പ്രാണനോളം കയറിയ വെള്ളത്തിന്റെ അകത്തൊന്നും എന്നെ വലിച്ചെടുത്ത് വിടുവിക്കുന്ന ഒരു കാര്യം വെളിപ്പെട്ടു. ഈ വചന ശുശ്രൂഷയുടെ നടുവിൽ നിങ്ങൾ ഏത് രാജ്യത്തിൽ നിന്ന് കേട്ടാലും
ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറയണം, എനിക്കൊരു കാര്യമുണ്ട്. സ്തോത്രം, സ്തോത്രം. ഒരു വചനം കൂടി നിങ്ങൾക്ക് തരാം. 124 സങ്കീർത്തനം, അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. 124 സങ്കീർത്തനം, 4-ാമത്തെ വാക്യം. വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, നദി നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. അടുത്തത്, നദി നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. നദി നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. എന്നാൽ പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കായികയാൽ, ആമേൻ, നമ്മെ അവരുടെ പല്ലിനിരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്ക് ഈ ദൂത് മനസ്സിലായോ? സമയം കളയാനില്ല, അതുകൊണ്ട് ഞാൻ വായിച്ചങ്ങ് വിടുകയാ. ഈ വെള്ളം അവൻ കേറിയിട്ട്, വെള്ളം പോലെ പ്രശ്നങ്ങൾ കേറി വന്നിട്ട്, വെള്ളത്തെ പോലെ അവൻ വിഷയങ്ങൾ, കഠിന വിഷയങ്ങൾ കയറി വന്നിട്ട് നമ്മുടെ പ്രാണനോളം കയറി ഇനി രക്ഷയില്ല, ഇനി മുന്നോട്ട് പോകാൻ ഒക്കില്ല എന്ന് പറയുന്ന നിലവാരത്തിൽ വന്നപ്പോഴും എനിക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു കാര്യമുണ്ട്. വിശ്വസിക്കുന്ന ദൈവജനം കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യ്. എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു കരമുണ്ട് കേട്ടോ. ആത്മാവിൽ ഞാൻ നിങ്ങളുടെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒന്ന്, നമ്മെ പീഡിപ്പിക്കാൻ വരുന്നൊരു കരമുണ്ട്. 2, അവൻ നമ്മെ പീഡിപ്പിക്കുന്ന നടുവിൽ നിന്ന് പിടിച്ച് കയറ്റുന്നൊരു കരമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു കരത്തിനകത്ത് ഞാൻ പെട്ടതാ. എന്റെ അഡ്രസ് പോലും കാണില്ല എന്ന് വിധി നിർണയം നടത്തി, ഇങ്ങനൊരു വ്യക്തി അവിടെ ഉണ്ടാവില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത പലതിന്റെയും നടുവിൽ കഴിഞ്ഞ 27 വർഷമായിട്ട് ദൈവം നിലനിർത്തി. അന്നും നെഹമ്യാവിനെ പോലെ ഞാൻ പറഞ്ഞൊരു വചനമുണ്ട്, എന്നെ പോലൊരുവൻ വേഗത്തിൽ ഓടിപ്പോകുമോ? 2:20 സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ദൈവം എത്ര വെള്ളം കയറി വന്നാലും, പീഡിപ്പിക്കുന്ന കരം എത്ര ശക്തമാണേലും, അതിന്റെ നടുവിൽ നിന്ന് ദൈവം നിന്നെ പിടിപ്പിക്കും. ദാവീദിനെ കാട്ടിൽ നിന്നും വലിച്ചെടുത്തൊരു കരം, ആമോസിനെ അത്തിപ്പഴത്തിനിടയിൽ നിന്നും തെരഞ്ഞെടുത്തൊരു കരം, പത്രോസിനെ നീരിന്റെ മണവും കാലിയായ പടകിനകത്തൊന്നും പേര് ചൊല്ലി വിളിച്ച് കൈപിടിച്ചൊരു കരം. തീർന്നില്ല, നട്ടുച്ചയ്ക്ക് ഡെമസ്കോസിന്റെ വടിവാതിക്കൽ വെച്ച് ദൈവിക വെളിച്ചത്താൽ അടിച്ച് താഴെയിട്ട് കൈകൊടുത്ത് 14 ലേഖനങ്ങൾ എഴുതാൻ വലിച്ചു കയറ്റിയ അതേ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, ആ കരം ബലഹീനമല്ല, ആ കരം ക്ഷീണിച്ച കരമല്ല, ആ കരത്തിന് തളർച്ച ബാധിച്ചിട്ടില്ല, ആ കരം ബലത്തിന്റെ കരമാണ്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുടെ ബലത്തിനും നിങ്ങളുടെ ശക്തിക്കും വേണ്ടി പറയാം, ഈ കരത്തിന്റെ പ്രത്യേകത എന്താണ്? അവൻ വേഗത്തിൽ ഒന്ന് നോക്കിയാ മതി. സങ്കീർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഈ കരത്തിന്റെ പ്രത്യേകത, യഹോവേ ബലമുള്ള കൈകൊണ്ട് എന്നെ നീ പിടിച്ചു. എഴുതുന്നവരുണ്ട്, കുറിച്ചു വെക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഒന്നുകൂടി പറയുന്നു. യെശയ്യാ പ്രവചനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. യെശയ്യാ 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. യഹോവ യഹോവ ബലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ച്. അവൻ ഈ രാത്രി ഒരു ആമേൻ പറയാൻ പറ്റുന്നവർ ഉറക്കെ ആമേൻ പറയണം. യഹോവ ബലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ചു. ഒരു ബലഹീനമായ കരമല്ല എന്നെ പിടിച്ചിരിക്കുന്നത്, തളർന്ന് ക്ഷയിച്ച കരമല്ല, ആമേ പാരലൈസായ കരമല്ല, ക്ഷീണിച്ച കരമല്ല. വിശ്വസിക്കുന്നവർ ആമേൻ പറ. എന്റെ കൈ പിടിച്ചിരിക്കുന്നത് ബലഹീനമായ കരമല്ല, ഒരു ബലമുള്ള കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചു പറ.
ആ കരം ക്ഷീണിക്കത്തില്ല, ആ കരം തളരുകയില്ല, ആ കരം ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല, ആ കരത്തിന് അംഗഹീനത വരികയില്ല, ആ കരത്തിന് ബലം കുറഞ്ഞു പോകത്തില്ല. ദൈവ പൈതല്, ഇന്ന് രാത്രി വിശ്വസിക്ക, നിന്നെ പിടിച്ചിരിക്കുന്ന ആ കരത്തിന്റെ പ്രത്യേകത ഒരു ബലമുള്ള കരമാണ്. ആമേൻ. എല്ലാവരും വിശുദ്ധ കരമൊന്ന് ഉയർത്തിക്കേ. എന്നിട്ട് പറ, എന്നെ പിടിച്ചിരിക്കുന്നത് ബലമുള്ള കരമാണ്, ബലമുള്ള കരമാണ്, ബലമുള്ള കരമാണ്. എന്നെ പിടിച്ചിരിക്കുന്നത് ഒരു സാധാരണ കരമല്ല, എന്നെ പിടിച്ചിരിക്കുന്നത് ഒരു ബലഹീനമായ കരമല്ല. നിങ്ങൾക്കറിയണോ, ബെൽഷസ്സർ എന്ന രാജാവ് ബാബിലോണിയെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആലയത്തിനകത്തുനിന്ന് കൊണ്ടുവന്നതായ പൊൻപാത്രമെടുത്ത് അവൻ വെപ്പാട്ടികൾക്ക് വീഞ്ഞു പകർന്ന് അവൻ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു കൈ ഭിത്തിയിൽ വെളിപ്പെട്ട് വരുന്നു. ആ കൈ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മേനെ മേനെ തെക്കൽ ഊഫസീൻ. മനസ്സിലായില്ല, എന്നാൽ അഭിഷിക്തന് മനസ്സിലായി. അതിങ്ങനെയാണ്, ദൈവം നിന്നെ തൂക്കി നോക്കിയിരിക്കുന്നു, നീ കുറവുള്ളവനെന്ന് കണ്ടിരിക്കുന്നു, നിന്റെ രാജത്വം ദൈവം എടുത്ത് മറ്റൊരുത്തന് കൊടുത്തിരിക്കുന്നു. ഈ രാത്രി ഒരു ദൂതുകൂടി പറയാ, ആ ബലമുള്ള കൈ വെളിപ്പെട്ട് വന്നാൽ ചിലതിനെ താഴെ ഇറക്കും, ചിലതിനെ ദൈവം മേലോട്ട് കയറ്റും. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഞാൻ ഈ മെസ്സേജ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോകുക. ഒന്ന്, എന്റെ മേൽ വന്നിരിക്കുന്ന കരം യഹോവയുടെ കരം, ബലത്തിന്റെ കരമാണ്. യെശയ്യാ 14-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം, സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനോ, അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവനാ. ഒന്ന് വായിച്ച വാക്യം. ആമേൻ. യെശയ്യാവിന്റെ പ്രവചനം 25-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം, വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യം. യഹോവയുടെ കൈ ഈ പർവ്വതത്തിൽ ആവസിക്കുമല്ലോ, എന്നാൽ വൈക്കോൽ ചാണകക്കുഴിയിലെ വെള്ളത്തിലിട്ട് ചവിട്ടുന്നത് പോലെ മോവാബ് സ്വസ്ഥാനത്ത് തന്നെ മെതിക്കപ്പെടും. യഹോവയുടെ കൈ പർവ്വതത്തിൽ ആവസിക്കുമല്ലോ, എന്നാൽ വൈക്കോൽ ചാണകക്കുഴിയിൽ വെള്ളത്തിലിട്ട് ചവിട്ടുന്ന പോലെ നീന്തുന്നവൻ നീന്താൻ കൈ നീട്ടുന്നത് പോലെ അവൻ അതിന്റെ നടുവിൽ കൈ നീട്ടും. ഇനി ആദ്യം പറഞ്ഞ വാക്ക് അവൻ സ്തോത്രം, യെശയ്യാ 14:27. യെശയ്യാ 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനാർ. അടുത്തത്, അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവനാർ. ദൈവം കൈ നീട്ടിയാൽ അത് പിടിച്ചു മടക്കുന്നവനാരാ? ദൈവം കൈ നീട്ടിയാൽ അതിനെ മടക്കി വെക്കുന്നതാരാ? ദൈവം കൈ തുറന്നാൽ ആ കൈയെ തിരിച്ചു മടക്കാൻ ആരാ അധികാരമുള്ളത്? ദൈവത്തിന്റെ വചനം പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനാ. അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവനാ. ഒരൊറ്റ മനുഷ്യൻ മടക്കില്ല, ദൈവം അത് ചെയ്യും. വിഷയത്തിൽ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും കേട്ടോ. തൊണ്ട സർജറി ചെയ്ത് ട്രിവാൻഡ്രത്തൊന്ന് തൊണ്ട സർജറി ചെയ്ത് ഒരു ഹല്ലേലൂയ പോലും പറയരുതെന്ന് ഡോക്ടർ വിധി നിർണയം ചെയ്ത് ഇനി പ്രസംഗിക്കാനൊക്കില്ലെന്ന് പറഞ്ഞ് വീട്ടിനകത്തിരിക്കുമ്പോൾ ആ ദൈവം പറയുന്നേ, ആലയം പൊളിച്ചു പണിയാൻ. ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ദൈവമേ, ഈ ഓക്കൽ കോഡ് മുഴുവൻ സ്റ്റിച്ചിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞ സ്റ്റിച്ച് മുഴുവൻ പൊട്ടിത്തെറിക്കുന്ന പരുവത്തിലിരിക്കുമ്പോ ഈ ആലയം പൊളിച്ചിട്ട് എങ്ങനെ പണിയാനാ? കർത്താവ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പറഞ്ഞത് ഞാനാണെങ്കിൽ നിവർത്തിക്കുന്നവനും ഞാൻ തന്നെയാ. ആ ദൈവ ശബ്ദത്തിന്റെ 3-ാം ദിവസം ആലയം പൊളിക്കുന്നു, കല്ലിടുന്നു. 4-ാമത്തെ മാസം പണി പൂർത്തീകരിക്കുന്നു. എവിടെന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അതിനകത്ത് ലക്ഷങ്ങളും കോടികളും കയറി ഇറങ്ങി. അപ്പോഴും തൊണ്ട എനിക്ക് അനക്കാൻ വയ്യ, അപ്പോഴും എനിക്കൊരു ഹല്ലേലൂയ പറയാൻ വയ്യ. ഒടുവിൽ ദൈവം എന്നോട് തെളിയിച്ചിട്ട് പറഞ്ഞു, ഞാൻ കൈ നീട്ടിയാൽ അത് മടക്കുന്നവനാര്?
ഒരു സ്വതന്ത്രം പറഞ്ഞ ദൈവം ഇതല്ലേ. നിനക്ക് വേണ്ടി, നിന്റെ ആവശ്യത്തിന് വേണ്ടി, അവൻ നിന്റെ തലമുറയുടെ ആവശ്യത്തിന് വേണ്ടി, നിന്റെ കുഞ്ഞിന്റെ ആവശ്യത്തിന് വേണ്ടി, ദൈവത്തിന്റെ സഭയുടെ ആവശ്യത്തിന് വേണ്ടി അവൻ കൈ നീട്ടിയാൽ അത് മടക്കുന്നവനാ. യെശയ്യാ 26:11 പറയുന്നു, യഹോവയുടെ കൈ ഉയർന്നിരിക്കും. ഒരാമേൻ പറ. ഞാൻ അവസാനിപ്പിക്കും, വേഗം പറഞ്ഞ് ഒറ്റ വാക്യം പോലെ. അവൻ യഹോവയുടെ കൈ ഉയർന്നിരിക്കുന്നു. യെശയ്യാ 40:12 വാക്യം. തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന് പരിമാണം മെടുക്കുകയും ഭൂമിയുടെ പൊടിയെ നാഴിക കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ട് കുന്നുകൾ ആമേൻ തുലാസിലും തൂക്കുകയും ചെയ്യുന്നവൻ. ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ കൈ നീട്ടി ദൈവം നിങ്ങളെ ഉദ്ധരിക്കാൻ പോകുകയാണ്. നിങ്ങളത് കാണും. ഈ ഉപവാസം അതിന്റെ ഒരു നിയോഗമാണ്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഈ ഫാസ്റ്റിംഗ് പ്രയർ അതിനൊരു നിയോഗമാണ്. അവൻ സങ്കീർത്തനം 68 അതിന്റെ 30 വാക്യം അവൻ വളരെ ആഴമായി പറയുന്ന ഒരു വാക്യമാണ്. നിങ്ങൾക്കെല്ലാം അറിയാം. ഞങ്ങളുടെ ഇടയിൽ ഒന്ന് വായിച്ച അഭിഷേകത്തിനെ, ഞങ്ങളുടെ ഇടയിലെ ദുഷ്ടജന്തുവിനെയും ജാതികൾ വെള്ളിവാളങ്ങളോട് കൂടെ വന്ന് കീഴടങ്ങും വരെ. ഞങ്ങളുടെ ഇടയിലെ ദുഷ്ടജന്തുവിനെ. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. മോശയ്ക്ക് മോശ എന്ന് പേരിടാൻ കാര്യം എന്നാണെന്നറിയാമോ? അവന് ദൈവം വലിച്ചു കയറ്റി. എന്തു? വലിച്ചു കയറ്റി അവന് മോശ എന്ന് പേരിട്ടു. ദൈവം വേദപുസ്തകത്തിൽ വലിച്ചെടുത്ത് വിടുവിച്ച ഒരഭിഷിക്തൻ എവിടുന്ന വിടുവിച്ചെന്നറിയാമോ? ദൈവയുടെ ഒരു വാക്യം വായിച്ചു, ഞങ്ങളുടെ ഇടയിലെ ദുഷ്ടജന്തുക്കളുടെ നടുവിൽ നിന്ന് ദൈവം അവനെ വലിച്ചു കയറ്റി. തീർന്നില്ല. സെഖര്യാവിന്റെ പ്രവചനം 3-ാം അധ്യായം 1 മുതൽ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ പുരോഹിതനായ ദൈവം വായിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചേ. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നത് കാണിച്ചു വന്നു. അവൻ രണ്ടാമത് ഒന്ന് മോശയെ അവൻ ഞങ്ങളുടെ നടുവിൽ നിന്നും ദുഷ്ടജന്തുവിന്റെ കയ്യിൽ നിന്നും ദൈവം വലിച്ചെടുത്ത് വിടുവിച്ചു. 2 ഇവിടെ വായിക്കുന്ന മഹാപുരോഹിതനായ ജോഷുവയെ കത്തുന്ന തീയുടെ നടുവിൽ നിന്ന് ദൈവം വലിച്ചെടുത്ത് വിടുവിച്ചു. പ്രൈസ് ഗോഡ്. അവസാനിച്ചൊരു കാര്യം കൂടി പറയാം. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആ കാലത്ത് ഹേരോദ് രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ആമേൻ. പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നു, അവൻ ഹേരോദാവ് കൈനീട്ടി. ആ കൈ നീട്ടിയതിന്റെ നടുവിലൂടെ ഒരു കൈ ഇറങ്ങി വന്ന അതേ കാരാഗ്രഹത്തിൽ നിന്ന് ദൈവം പിടിപ്പിച്ചു. കർത്താവിന്റെ വചനം പറയുന്നു, ഞാനോ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. അതിൻ്റെ ആകർഷിക്കപ്പെടുമെന്നുള്ള വാക്കിന്റെ മൂലപദം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഹെൽക്കോ എന്നൊരു വാക്കാണ്. ഹെൽക്കോ, ആകർഷിക്കുക. ഹെൽക്കോ എന്ന വാക്കിന്റെ അർത്ഥം വലിച്ചെടുക്കുക എന്നാണ്. പിതാവ് ആകർഷിക്കാതെ ആരും പുത്രന്റെ അടുക്കൽ വരികയില്ല. അതിൻ്റെ അർത്ഥം പിതാവ് ചിലതിനെ വലിച്ചെടുക്കും, പുത്രൻ ചിലതിനെ വലിച്ചെടുക്കും. പീഡിപ്പിക്കപ്പെടാൻ നീട്ടുന്ന കരങ്ങളുടെ നടുവിൽ നിന്നും നിന്നെ വിടുവിച്ചെടുക്കുന്ന ഒരു കരം ഇന്ന് രാത്രി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ആഴമായി ഞാൻ ആ ദൂത് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളട്ടെ. 18-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം. ലാസ്റ്റ് ആ വാക്യം ഒരിക്കൽ കൂടി വായിക്കുന്നു. അവിടെ എങ്ങനെയാണ് വായിച്ചത്? അല്ലേ? 18-ന്റെ അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ഈ രാത്രി നിങ്ങൾ വിശ്വസിക്കുക, ശത്രു തകർക്കാൻ നിൽക്കുന്നതിന് നടുവിൽ നിന്ന് നിങ്ങളെ വലിച്ചു കയറ്റുന്നൊരു കരം ഈ ദിവസം വെളിപ്പെടും. ഈ ഉപവാസം തീരുന്നതിന് മുൻപ്, ഈ ഫാസ്റ്റിംഗ് പ്രയർ ആശീർവാദം പറയുന്നതിന് മുൻപ് ഈ കരം വെളിപ്പെട്ട് വരുന്നത് നിങ്ങൾ സാക്ഷ്യം പറയാൻ പോകുകയാണ്. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളേക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരൊറ്റ വാക്ക് വേഗത്തിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഒന്ന് ദൈവസന്നിധി അടയട്ടെ. കർത്താവിന്റെ മുഖത്തോട്ട് നോക്കിയാട്ടെ. ഒന്ന് ചേർന്ന് പറ, അവൻ ഉയരത്തിൽ നിന്ന് അവൻ കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവൻ എന്നെ വലിച്ചെടുത്തു. വിശ്വസിക്കുന്ന ദൈവജന ആ 2 കരങ്ങൾ മേലോട്ട് ഉയർത്തി ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ആത്മാർത്ഥമായി
ശബ്ദമായിട്ട് പറ, കർത്താവേ എന്നെ വലിച്ചെടുക്കുന്ന ഒരു കരമുണ്ട്, എന്നെ വലിച്ചെടുത്ത് വിടുവിക്കുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ. ഉയരത്തിൽ നിന്നുതൻ കൈ നീട്ടി പെരുവെള്ളത്തിൽ എന്നെ വലിച്ചെടുത്തു. ഉയരത്തിൽ നിന്നുതൻ കൈ നീട്ടി പെരുവെള്ളത്തിൽ എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിൻ കയ്യിൽ നിന്നും എന്റെ ആത്മാവിനെ അവൻ വിടുവിച്ചു. ബലമുള്ള ശത്രുവിൻ കയ്യിൽ നിന്നും എന്റെ ആത്മാവിനെ. ഒരിക്കൽ കൂടി ഉയരത്തിൽ നിന്ന്, ഓ ഉയരത്തിൽ നിന്നുതൻ കൈ നീട്ടി പെരുവെള്ളത്തിൽ എന്നെ വലിച്ചെടുത്തു. ഓ ഉയരത്തിൽ നിന്നുതൻ കൈ നീട്ടി പെരുവെള്ളത്തിൽ എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിൻ കയ്യിൽ നിന്നും എന്റെ ആത്മാവിനെ അവൻ വിടുവിച്ചു. ബലമുള്ള ശത്രുവിൻ കയ്യിൽ നിന്നും എന്റെ ആത്മാവിനെ അവൻ വിടുവിച്ചു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കും ഞാൻ, എന്നും സ്തുതിക്കും ഞാൻ, സ്തുതിക്കുയോഗ്യനാമേശുവിനെ. സ്തുതിക്കും ഞാൻ, എന്നും സ്തുതിക്കും ഞാൻ, സ്തുതിക്കുയോഗ്യനാം. എന്റെ കാലുകളെ കാലമാൻ പേടയ്ക്കു തുല്യമാക്കി നടത്തുന്നവൻ. എന്റെ കാലുകളെ കാലമാൻ പേടയ്ക്കു തുല്യമാക്കി നടത്തുന്നവൻ. എന്നെ ഗിരികളിൽ നിൽക്കുമാറാക്കുന്നു എന്ന പരിചയേ. ഓ എന്നെ ഗിരികളിൽ നിൽക്കുമാറാക്കുന്നു രക്ഷയെന്ന പരിചയേ. ഉയരത്തിൽ നിന്ന്, ഉയരത്തിൽ നിന്നുതൻ കൈ നീട്ടി പെരുവെള്ളത്തിൽ എന്നെ വലിച്ചെടുത്തു. ഉയരത്തിൽ നിന്നുതൻ കൈ നീട്ടി പെരുവെള്ളത്തിൽ എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിൻ കയ്യിൽ നിന്നും എന്റെ ആത്മാവിനെ അവൻ. ഹല്ലേലൂയ. ബലമുള്ള ശത്രുവിൻ കയ്യിൽ നിന്നും എന്റെ ആത്മാവിനെ അവൻ. അതുകൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ, ഹല്ലേലൂയ.